ടാരോ പഠിക്കാൻ ആഗ്രഹമുള്ള വ്യക്തിയാണോ എങ്കിൽ ടാരോ പഠിക്കുന്നതിനേക്കാളും മുമ്പ് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്നെന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സഹാനുഭൂതി കൊണ്ടാണ് നമ്മൾ ടാരോ പഠിക്കാറ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നേരിട്ടൊരു പ്രശ്നം മറ്റൊരാൾക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, സഹാനുഭൂതി എന്നുള്ളത് ഒരു നെഗറ്റീവ് ഇതാണ്. സഹതാപമാകാം, പക്ഷേ സഹാനുഭൂതി പാടില്ല. എമ്പതി വേണം നമുക്ക്. പക്ഷെ ഒരിക്കലും നമ്മൾ ആ വ്യക്തിയുടെ വിഷമം നമ്മുടെ വിഷമം പോലെ ഏറ്റെടുക്കാൻ പാടില്ല. ഇതിന്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ ടാരോയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവരെ രക്ഷിക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം തോന്നും. നമ്മൾ എപ്പോഴും ഓർക്കണം, ഒരു ടാരോ റീഡർ എന്ന് പറയുന്ന ഒരു രക്ഷകനല്ല. ഒരു ടാരോ റീഡർ എന്ന് പറയുന്ന ഒരു ഗൈഡാണ്, വഴികാട്ടി മാത്രമാണ്. രക്ഷകൻ എന്ന് പറയുന്നത് ഈശ്വരന്മാരാണ്, അല്ലെങ്കിൽ അവതാരങ്ങളാണ്. അത് നമ്മളല്ല. അപ്പോൾ ടാരോ പഠിക്കാൻ വരുന്നതിനേക്കാൾ മുമ്പ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, താങ്കൾക്ക് ഒരുപാട് സഹാനുഭൂതിയുണ്ട്, മറ്റുള്ളവരുടെ വിഷമങ്ങളെല്ലാം എൻ്റെയാണ് എന്ന് വലിച്ചെടുക്കുന്ന ആളാണെങ്കിൽ അത് ആ സ്വഭാവം നമ്മൾ കുറച്ച് മാറ്റിയിട്ട് വരണം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ദുഃഖമായി പോകും. രണ്ടെന്ന് പറയുന്നത്, നമ്മുടെ ജോലി വഴികാട്ടുകയാണ്, അല്ലാതെ ഒരിക്കലും രക്ഷകനാകുകയല്ല. ഈ രണ്ട് കാര്യങ്ങളാണ് പുതുതായിട്ട് ടാരോ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്.